അല്ല ഇതാരും മോളെ ദീപ്തിയോ? സുഖാണോ? ഹായ് ആന്റി. ഇപ്പൊ ജോലിക്കൊന്നും പോകുന്നില്ല? ഇല്ല, ഞാനിപ്പോ വർക്കിന് പോകുന്നില്ല. മോളയക്കാനിപ്പോ ഞങ്ങള് രണ്ടുപേരും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ അരുൺ വർക്കിന് പോകുന്നുണ്ട്. ഞാൻ മോളെ നോക്കി വീട്ടിൽ തന്നെ ഇരിക്കുക. അല്ല മോളുടെ അമ്മയ്ക്ക് എപ്പോഴും പറയും ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ മോളാണെന്ന്. അപ്പൊ മോളൊക്കെ ജോലിക്ക് പോവാതെ ചുമ്മാ ചോറ് തിന്നിട്ട് വീട്ടിലിരിക്കാന്ന് പറഞ്ഞാ. അല്ല, എനിക്ക് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അല്ല മോളെ അതിപ്പോ ആരെങ്കിലും നോക്കാൻ നിർത്തിയാ പോരെ? ആന്റി ഒരു കാര്യം ചെയ്യും, ആന്റി എന്തായാലും ചോറി കുത്തി ചുമ്മാ വീട്ടിലിരിക്കല്ലേ, ആന്റി വന്ന് മോളെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് വർക്കിന് പോവാം. അല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇതിപ്പോ ഈ ഡൈപ്പർ മേടിക്കാൻ വരെ അരുണിന്റെ അടുത്ത് എരക്കാന്ന് പറഞ്ഞാ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി മോശമുള്ള കാര്യല്ലേ? ആന്റി, എനിക്കിടാനല്ല ഡയപ്പർ. എനിക്ക് ഡയപ്പറിന്റെ ആവശ്യമില്ല. ഞങ്ങളുടെ മോൾക്കിടാൻ വേണ്ടിട്ട് ഡയപ്പർ. അതിന് അരുണല്ലേ പൈസ മുടക്കുന്ന. ആന്റിയുടെ ഹസ്ബൻഡ് രവിയെങ്കിലിനോട് ഞാൻ പൈസ ചോദിക്കുന്നില്ലല്ലോ. പിന്നെ ഞങ്ങളുടെ ഇഷ്ടംപോലെ പൈസ ആന്റി. ആ നാട്ടുകാര് ചുമ്മാ പറയുന്നതല്ല, നല്ലോണം പൈസ ഉണ്ട്. അപ്പൊ ചെലവൊക്കെ കുഴപ്പമില്ലാതെ അങ്ങ് പോകുന്നുണ്ട്. ആഹാ. അല്ല മോളെ കൊച്ചിനൊന്നും കൊടുക്കുന്നില്ലേ? ഇതാകെ മെലിഞ്ഞ് കൊരഞ്ഞ് മറ്റേ നീർക്കൊലിപ്പാമ്പിന്റെ വലുത് ഇങ്ങനെയായല്ലോ. ഇല്ല ആന്റി, ഒന്നും കൊടുക്കുന്നില്ല. കൊടുക്കുന്നില്ല? ഇല്ല, ഒന്നും കൊടുക്കില്ല. ഞാൻ അവൾക്ക് ഉണ്ടാക്കുന്നതോടെ ഞാൻ വെട്ടി വിഴുങ്ങുവാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പാണ്. അവൾക്കൊന്നും കൊടുക്കാറില്ല. അവളെ ചുമ്മാ ഇങ്ങനെ പട്ടിണിക്ക് ഇടുക ചെയ്യുന്നേ. ആന്റിയുടെ മോള് മറ്റേ ബാംഗ്ലൂരിലെ ലിവിങ് ടുഗദർ കഴിഞ്ഞ് തിരിച്ചു വന്നിരുന്നു അല്ലേ? ആ വന്നു വന്നു അവള് വീട്ടിലുണ്ട്. ആ. ആ എന്നെ കഴിക്കാൻ വിളിക്കുന്നുണ്ടേ. അല്ല, പോവാണോ? അല്ല ഞാൻ പോവാ. ശരി പോവല്ലേ? ശരി കാണാവേ. നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. എനിക്ക് കുറച്ചുകൂടി സംസാരിക്കാനുണ്ട്. പോവല്ലേ?